ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റേണിറ്റി എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ ആണ്. ലിലിക്ക നക്കോസ് എന്ന് പറയുന്ന ആൾ എഴുതിയിട്ടുള്ള ഈ മെറ്റേണിറ്റി എന്ന് പറയുന്ന സ്റ്റോറി കുറച്ച് വലുതാണ്. അതിനൊരു ഷോർട്ട് സമ്മറി, അതിനകത്ത് എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കും, ഇത് നമ്മളിപ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അവസാനവട്ട റിവിഷൻ ആണ്. ദ ലെസൺ മെറ്റേണിറ്റി ഇസ് റിട്ടൺ ബൈ ഗ്രീക്ക് നോവലിസ്റ്റ്, ജേർണലിസ്റ്റ് ആൻഡ് എ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ലിലിക്ക നക്കോസ്. ഗ്രീക്ക് റൈറ്റർ ആണെന്ന് ഓർത്തു വെച്ചാൽ മതി. ദ സ്റ്റോറി കംപ്രൈസസ് ഓഫ് 3 മെയിൻ സെറ്റിംഗ്സ്. 3 സെറ്റിംഗ്സ് ആണ്, പ്രധാന സെറ്റിംഗ്സ് ആണ് കഥയിലുള്ളത്. എ ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ്, അർമേനിയക്കാരായിട്ടുള്ള അഭയാർത്ഥികളുടെ ഒരു ക്യാമ്പ്. എ ക്യാമ്പ് ഓഫ് അനാറ്റോളിയൻ റെഫ്യൂജീസ്, അനാറ്റോളിയൻ കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന മറ്റൊരു ക്യാമ്പ്. ആൻഡ് എ ചൈനീസ് ഫാമിലി, ഒരു ചൈനീസ് കുടുംബത്തെ നമ്മൾ കാണുന്നുണ്ട്. ദ സ്റ്റോറി ഡീൽസ് വിത്ത് ദ അൺസർട്ടനിറ്റീസ് ഒക്കേർഡ് ഇൻ ദ ലൈഫ് ഓഫ് എ 14-year-old ബോയ് മിഖാലി ആൻഡ് ഹിസ് ന്യൂ ബോൺ ബ്രദർ in a refugee camp of Armenia situated on the outskirts of the town. കഥയിൽ നടക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മിക്കാലി എന്ന് പറയുന്ന ഒരു പാവം പയ്യൻ, ഓക്കെ, അവന്റെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ്. ഓക്കെ, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള, നിർഭാഗ്യവശാൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ക്യാമ്പിൽ അവന്റെ അമ്മ പ്രസവിച്ച പാടെ, അവന്റെ അനിയനെ പ്രസവിച്ച പാടെ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അല്ലെ. 14 വയസ്സായിട്ടുള്ള മിക്കാലി ആൻഡ് ഹിസ് ന്യൂ ബോൺ ബ്രദർ ഇൻ എ റെഫ്യൂജി ക്യാമ്പ്. റെഫ്യൂജി ക്യാമ്പിലുള്ള അവരുടെ രണ്ടുപേരുടെയും അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അർമേനിയക്കാരാണ് അവര്. സിറ്റുവേറ്റഡ് ഇൻ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ ടൗൺ. ടൗണിന്റെ ഏറ്റവും എന്താ പറയുക, ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞ വില്ലേജ്, ഏറ്റവും ഉൾഭാഗത്തുള്ള ഒരു സ്ഥലത്ത് ഇവർ രണ്ടുപേരും. ഇതാണ് നമ്മുടെ ഈ ഒരു കഥയുടെ സെറ്റിങ്സ് എന്ന് പറയുന്നത്. 3 ക്യാമ്പുകളാണ് നമ്മൾ 3 സ്ഥലങ്ങളാണ് നമ്മൾ സെറ്റിങ്. ഒന്ന് ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസിന്റെ സ്ഥലം, അതുപോലെ തന്നെ അനാറ്റോളിയൻസ് താമസിക്കുന്ന മറ്റൊരു ഭാഗം, മറ്റൊരു എന്താ പറയാ, മറ്റു രാജ്യക്കാർ താമസിക്കുന്ന മറ്റൊരു സ്ഥലം ക്യാമ്പ് തന്നെയാണ്, റെഫ്യൂജി ക്യാമ്പ് തന്നെയാണ്. മറ്റൊന്ന് ചൈനീസ് ഫാമിലി താമസിക്കുന്ന ഒരു സ്ഥലമാണ്, വീടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, മിക്കാലി ആൻഡ് ഹിസ് ബ്രദർ എന്തൊക്കെയാണ്? മിക്കാലി ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാന കഥാപാത്രമാണ് കേട്ടോ, മെയിൻ ക്യാരക്ടറാണ്. മിക്കാലി ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി വാസ് ഇൻ നീഡ് ഓഫ് എ നഴ്സിംഗ് മദർ. അവന് ഒരു മുലയൂട്ടുന്ന അമ്മയെ വേണമായിരുന്നു. ടു ഫീഡ് ഹിസ് starving little brother as he lost his mother after she gave birth to a younger brother. Okay, തന്റെ അനിയന് പ്രസവിച്ച പാടെ മരിച്ചുപോയ അമ്മ. ഓക്കെ, ഈ പ്രസവിച്ച പാടെ മരിച്ചുപോയ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക്, ഈ അമ്മ മരിച്ചുപോയ ഈ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നഴ്സിംഗ് മദറിനെ തെരഞ്ഞു നടക്കുകയാണ് ആര്? നമ്മുടെ ഈ പറയുന്ന പാവം മിക്കാലി. സിൻസ് ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് മിക്കാലി, ആരും തന്നെ ഇല്ല മിക്കാലിയെ സഹായിക്കാൻ, അതിനാൽ ഹി ഹാസ് സോട്ട് ദ ഷെൽട്ടർ ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. അവൻ ഈ റെഫ്യൂജി ക്യാമ്പിൽ ഒരു അഭയം പ്രാപിക്കുകയാണ്. ദ തുർക്കിഷ് മാസക്കേഴ്സ് ഇൻ their native country have created thousands of refugees. The Turkish, തുർക്കികളുടെ അക്രമം, അല്ലെ, അവരുടെ കൂട്ടക്കൊലയാണ് ഇവരെ, ഈ ആയിരക്കണക്കിന് ആളുകളെ ഒരു റെഫ്യൂജി ക്യാമ്പിലേക്ക് എത്തിച്ചത്. Majority of needy people live under the carpets hung by 4 corners with sticks, and most of them in the camp are forced to take some jobs for their survival. അതിലെ ഭൂരിഭാഗം ആളുകളും, മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ താമസിക്കുന്ന എങ്ങനെയാണ്? ഒരു വലിയ ക്യാൻവാസ് ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് 4 ഭാഗത്തും സ്റ്റിക്കുകൾ വെച്ച് പിടിപ്പിച്ചിട്ട്, അല്ലെ, പന്തലൊക്കെ ഇടുന്ന പോലെ 4 ഭാഗത്തും സ്റ്റിക്കുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് വലിയ ക്യാൻവാസ് ഷീറ്റിന്റെ അടിയിലാണ് അവർ താമസിക്കുന്നത്. അതിലുള്ള അധികം ആളുകളും ദേ ആർ ഫോഴ്സ്ഡ് ടു ഗോ ഫോർ സം ജോബ്സ്. എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഒരു ജോലിക്ക് പോകാൻ ഒരു നിർബന്ധിതരാണ്. കാരണം ഇൻ ഓർഡർ ടു സർവൈവ്, അവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നോട്ട് ഏബിൾ ടു ഗോ ഫോർ എനി വർക്ക്, പക്ഷേ ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത മിക്കാലി ഹാസ് ടു ഈറ്റ് ദ സ്റ്റെയിൽ ബ്രെഡ് അവൈലബിൾ ഇൻ ദ ക്യാമ്പ്. ക്യാമ്പിൽ ആളുകൾ ഒഴിവാക്കിയ പഴകിയ ഭക്ഷണമാണ് ആര് കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ജോലിക്ക് പോകാൻ പറ്റാത്തത് ഈ കുഞ്ഞുണ്ടായത് കൊണ്ടാണ് അവന് പറ്റാത്തത്, അല്ലെ. ഇനിയോ ഈ മിക്കാലി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം he and his brother had no food to eat. പലപ്പോഴും അവനും അവന്റെ അനിയനും ഭക്ഷണം തന്നെ കിട്ടാറില്ലായിരുന്നു. ഇനി അവന്റെ പ്രയാസങ്ങളെ കുറിച്ചാണ്. ദ ഹാർഡ്ഷിപ്സ് ഓഫ് ദ റെഫ്യൂജീസിന്റെ പ്രയാസങ്ങളെ കുറിച്ചാണ്. malnutrishment and the lack of proper food and shelter is the most important theme highlighted in the story. ഈ കഥയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത് എന്താന്ന് വെച്ചാൽ മാൽന്യൂട്രീഷൻ, പോഷകക്കുറവ്, ആളുകളുടെ പോഷകാഹാരക്കുറവ്. അതുപോലെ തന്നെ ഏതാണ്? ലാക്ക് ഓഫ് പ്രോപ്പർ ഫുഡ് ആൻഡ് ഷെൽട്ടർ ഇൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഷെൽട്ടർ ഇല്ല, അതുപോലെ തന്നെ പ്രോപ്പർ
ആയിട്ട് ഫുഡ് ഇല്ല ഇവർക്ക്. ബേസിക് ഹ്യൂമൻ എമ്യൂണിറ്റീസ് ആർ ഡിനൈഡ് ടു ദ മേജർ ക്യാരക്ടേഴ്സ് ഓഫ് ദ സ്റ്റോറി ഹു ആർ മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട, ഒതുക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഈ പാവങ്ങൾക്ക് പല ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ എമ്യൂണിറ്റീസ് പോലും കിട്ടുന്നില്ല. ഓക്കെ, മനുഷ്യന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നാണ് എന്ത്, പാർക്കാനുള്ള അവകാശം, അല്ലെ, ഭക്ഷണം കഴിക്കാനുള്ള. അപ്പൊ ഇതൊന്നും എന്തില്ല, അവർക്ക് പല ക്യാരക്ടേഴ്സിനും കിട്ടുന്നില്ല. ദ കൺട്രി സ്പ്രെഡ് ഔട്ട് ബിഫോർ ഹിം ഇൻ എ ആരിഡ് വേസ്റ്റ് ലാൻഡ് കവേർഡ് വിത്ത് റെഫ്യൂജീസ്. അവന്റെ മുമ്പിലുള്ള ആ ഒരു വാക്ക്, ആ ഒരു ഡയലോഗ് കഥയിലുള്ളൊരു വാചകമാണ്. എന്താ പറയുന്നത്, രാജ്യം അങ്ങനെ പരന്നു കിടക്കുകയാണ് ഒരുപാട് റെഫ്യൂജികളെ കൊണ്ട്, അല്ലെ, ഒരു ബലഭൂഷ്ടിയും അതിൻ്റെ അകത്തില്ല. എന്ന് വെച്ചാൽ കൃഷിയിടങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പച്ചപ്പോ ഒന്നും അവിടെ കാണുന്നില്ല. എങ്ങും ആര് മാത്രമാണ്, ദുരിതക്കഴത്തിൽ നിൽക്കുന്ന ഈ പറയുന്ന റെഫ്യൂജീസ് മാത്രമാണ്. ദ പീപ്പിൾ describes the lack of concern of the people to the refugees. The people in the camp are unwilling to help Mikali. എന്നാൽ ആ ക്യാമ്പിലുള്ള ആൾക്കാർ പോലും ഈ മിക്കാലിനെ സഹായിക്കാൻ തയ്യാറാവുന്നില്ല. ആൻഡ് ദേ ആർ ഇറിറ്റേറ്റഡ് വിത്ത് ദ സ്ക്രീംസ് ഓഫ് ദ ബേബി. കുട്ടിയുടെ കരച്ചിൽ അവർക്കൊരു ശല്യമായി തോന്നുന്നു. ഈവൻ ദ വിമൻ റെഫ്യൂസ് ടു ഹിയർ മിക്കാലി ഇൻ ദ ക്യാമ്പ്. മിക്കാലിയെ കേൾക്കാൻ ആ ക്യാമ്പിലെ സ്ത്രീകൾ പോലും തയ്യാറാവുന്നില്ല. They are horrified to see the baby as it looks pale and undernourished. They are horrified to see the baby. അവരെല്ലാവരും ആ കുട്ടീനെ കണ്ടിട്ട് പേടിക്കുകയാണ് ചെയ്യുന്നത്. എന്താ കാരണം? അണ്ടർ ന്യൂട്രിഷ്ഡ് ആയിട്ടുള്ള പെയിൽ, വിളറി നിൽക്കുന്ന ആ കുട്ടീനെ കണ്ടിട്ട്, എന്ന് വെച്ചാൽ മെലിഞ്ഞുണങ്ങിയിട്ടുള്ള, തലയൊക്കെ വലുതായി തോന്നുന്ന ആ തള്ളവിരലൊക്കെ അതിങ്ങനെ സക്ക് ചെയ്തിട്ട് വലുപ്പം വെച്ചിട്ടുണ്ട്, അല്ലെ, അതെല്ലാം കണ്ടിട്ട് ഇവരാകെ പേടിച്ചലറുകയാണ് ചെയ്യുന്നത്. Mikali goes to the other side of the camp where he sees Anatolian refugees. തന്റെ അർമേനിയക്കാരെ സഹായിക്കുന്നത് കൊണ്ട് അനാറ്റോളിയൻസ് എന്ന് പറയുന്ന മറ്റു രാജ്യക്കാർ താമസിക്കുന്ന ക്യാമ്പിലേക്ക് അവൻ പോയി നോക്കുകയാണ്, എന്തെങ്കിലും സഹായം കിട്ടുമോ നോക്കാൻ വേണ്ടി. Who have fled from the Turkish massacre. The people there turn a blind eye to Mikali's request of providing milk to the infant എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ ബേബി. ആ ന്യൂ ബോൺ ബേബിക്ക് പാല് കൊടുക്കാനുള്ള മിക്കാലിയുടെ ആ ഒരു അഭ്യർത്ഥന കേട്ട ഭാവം അവർ നടിച്ചില്ല. ആസ് എ വുമൺ ഇൻ ദ അനാറ്റോളിയൻ ക്യാമ്പ് സോ ദ ബേബീസ് ഫേസ്, ഷീ സ്ക്രീംഡ് ഇൻ ഹൊറർ ആസ് ദ ബേബി വാസ് സൊളൻ. ആ കുട്ടി ഇങ്ങനെ വീർത്ത് നിൽക്കുന്നത് കണ്ടിട്ട്, അല്ലെ, ആ കുട്ടിയുടെ കൈയാണ് ശരിക്കും വീർത്തത്, ആ ഒരു സൊളനായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട്, വെള്ളം നിറഞ്ഞതിനാണ് സൊല്ലൻ എന്ന് പറയാ. ആ കുട്ടിയെ കണ്ടിട്ട് അവരെല്ലാവരും നിലവിളിക്കുകയാണ്, അവനെ ഓടിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി എ ചൈനാമാൻ കംസ് ടു റെസ്ക്യൂ ഓഫ് മിക്കാലി. മിക്കാലിയെ അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ചൈനാമാൻ മുൻപോട്ട് വരികയാണ്. ദ ചൈനാമാൻ യൂഷ്വലി വിസിറ്റ് ദ ക്യാമ്പ് ടു സെൽ പേപ്പർ നിക്നാക്സ് ആൻഡ് ചാംസ്. ഓക്കെ, ചില എന്താ പറയാ, ചാംസ്, അതുപോലെ മന്ത്ര തകിടുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ പേപ്പർ കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ ആയിട്ട് ഇയാൾ ഈ ക്യാമ്പിൽ ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നു. He addresses the 14-year-old boy's problem with care and consideration as he could not bear up the struggle of the young boy. അദ്ദേഹം ആ കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി, അദ്ദേഹത്തിന് ആ പ്രയാസങ്ങൾ വല്ലാതെ എന്താ പറയാ സങ്കടം ഉണ്ടാക്കി. അതുകൊണ്ട് the Chinaman takes Mikali to his home and his wife feeds the baby. ആ കുഞ്ഞിനെ അയാളുടെ ഭാര്യ എന്ത് ചെയ്യാണ്, പാലൂട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന്റെ പ്രശ്നം ഒരു പരിധി വരെ അവസാനിക്കുന്നു. മിക്കാലിയുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്റ്റോറി. ഓക്കെ, അപ്പൊ ആ സ്റ്റോറിയുടെ സമ്മറിയാണ് നമ്മൾ പറഞ്ഞത്. ടെക്സ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അവസാന നിമിഷമാണ്, നമുക്ക് സമയമില്ല. ഏതായാലും ഇനി നമ്മൾ ഈ ക്യാരക്ടർ സ്കെച്ചിലേക്ക് ഒന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക, ഈ പറഞ്ഞ സമ്മറിയിലേക്ക് നന്നായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുക. മിക്കാലി എന്ന ഹെഡിങ് കൊടുത്തു. മിക്കാലി is the character of the story Maternity, written by Lilica Nakos, the famous Greek novelist. This story begins with the misery and sufferings of Armenian refugees. Mikali, a teenage boy, is the main character. Protagonist എന്ന് പറഞ്ഞാലും മതി, മെയിൻ ക്യാരക്ടർ. Mikali was one of the refugees in the camp of Marseilles. മാർസലീസിൽ നിന്നുള്ള ഒരു ക്യാമ്പിൽ ഒരു റെഫ്യൂജി ആയിരുന്നു. He left his own country, Armenia, and sought shelter in the camp. അർമേനിയ വിട്ടിട്ട് അവനും ഒരു അഭയാർത്ഥിയായിട്ട് ഈ ക്യാമ്പിൽ വന്നതാണ്. All except Mikali managed to find a job. എല്ലാ ആളുകൾക്കും ജോലി ഉണ്ടായിരുന്നു, മിക്കാലിക്ക് ഒഴികെ. Mikali had to take care of his newborn baby brother. There was no one to whom he could hand over his baby brother. ആരുടെ കയ്യിലൊന്ന് ഏൽപ്പിക്കാൻ ആരുമില്ലായിരുന്നു മിക്കാലിക്ക്, ഈ ബ്രദറിനെ ഒന്ന് ഏൽപ്പിക്കാൻ ജോലിക്ക് പോകുമ്പോൾ. There was no one to whom he could hand over his baby brother while he went to work. ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടിയെ ഒന്ന് കൈമാറ്റം ചെയ്യാൻ ആരുമില്ലായിരുന്നു. Mikali lost his mother when the baby was born. മിക്കാലിക്ക് അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു ഈ ബ്രദർ ജനിച്ച സമയത്ത്. He ate the bread that his neighbors offered him.
നൈബേഴ്സ് കൊടുക്കുന്ന ബ്രെഡാണ് അവൻ സ്റ്റെയിലായിട്ടുള്ള ബ്രെഡാണ് അവൻ കഴിച്ചിരുന്നത്, പഴകിയത്. When the baby cried for milk, മിക്കാലി couldn't find any help. മിക്കാലിക്ക് ഒരു സഹായം ചെയ്യാൻ കഴിയുന്നില്ല. കുട്ടി കരയുന്നുണ്ട് പാലിന്, പക്ഷെ അവന്റെ കയ്യിൽ പൈസ ഇല്ല. But when they saw the baby, he sought the help of many breastfeeding mothers in the camp. ഒരുപാട് മുലയൂട്ടുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നു ക്യാമ്പിൽ, അവരോടൊക്കെ അവൻ സഹായം അഭ്യർത്ഥിച്ചു. But when they saw the baby, they would run away in horror. പക്ഷെ ആ കുട്ടിയെ കാണുന്ന സമയത്ത് അവരെല്ലാം പേടിച്ചോടും, ഭയന്നിട്ട്. The baby was just looking like a skeleton due to lack of food. ഫുഡ് ഇല്ലാത്തത് കൊണ്ട് ഒരു അസ്ഥിക്കൂടം പോലെയായിരുന്നു ആ കുട്ടിയെ കാണാൻ. മിക്കാലി tried a lot to get some milk for the brother, but in vain. മിക്കാലി ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കി അവന്റെ ബ്രദറിന് കുറച്ച് പാല് കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷെ അതെല്ലാം വെയിൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ വ്യർത്ഥമായി പോയിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, വ്യർത്ഥമായി പോയിരുന്നു. അപ്പൊ ഇതാണ് ആ ചാപ്റ്റർ. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് റൈറ്റപ്പ് ആയിട്ട് വരാണെങ്കിലും നറേഷൻ ആയിട്ട് വരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ സമ്മറി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അതിൽ എഴുതാൻ പറ്റും. ക്യാരക്ടർ സ്കെച്ച് വരാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അത് വെച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ക്വിക്ക് സമ്മറി. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.